Phase 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു വലിയ പാസേജും അതിനെ തുടർന്ന് വരുന്ന 8 ചോദ്യങ്ങളുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. നമുക്കറിയാം, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും ആസ് വി എന്ന് പറയുമ്പോൾ എഗെയിൻ വി ക്ലിയർ അല്ല, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ കറപ്ഷനെ പറ്റി, അഴിമതിയെ പറ്റി പറയില്ല. ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RBI ഗ്രേഡ് ബി ഫേസ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നടത്തുന്നത്. 2023 ഫേസ് 1 എക്സാംസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാകും. ആൻഡ് ലെറ്റ് us know how you felt about the exam. നമ്മളതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അനാലിസിസ് നടത്താൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ. എൻ്റെ പേര് ജെറിൻ ജോസ്. Before we begin with the class, let me just briefly introduce you about the banking course by Entry. എൻട്രിയുടെ സ്പെഷ്യൽ ബാങ്കിങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 4 ഡയമെൻഷണൽ സ്ട്രാറ്റജിയിലുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ തന്നെ ലെവൽ 1-ൽ സിലബസ് കവറിംഗ് ഉണ്ടാകും. ലെവൽ 2-ൽ വീക്ക്നെസ് ഇംപ്രൂവ്മെൻറ്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ് തുടങ്ങിയ മേഖലകൾ ഫോക്കസ് ചെയ്തുള്ള പഠനമായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിനുശേഷം അഡ്വാൻസ്ഡ് ലെവലുള്ള പ്രിപ്പറേഷനും എക്സാമിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിൻ്റെ ഭാഗമാകുന്നത് വഴി ലഭിക്കുന്നതായിരിക്കും. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഗോ ഇൻ ടു ദി ക്ലാസ്. നിങ്ങൾക്കറിയാം, RBI ഗ്രേഡ് ബി ഫേസ് 1 എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 200 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 200 ക്വസ്റ്റ്യൻസിൽ 1 to 80 ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഭാഗമാണ്. പൊതുവേ എക്കണോമിക്സ്, ഫിനാൻസ് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് 1 to 18, 80 ചോദ്യങ്ങളും. അതിനുശേഷം വരുന്ന 81 to 110 അതാണ് ഇംഗ്ലീഷ് സെഷൻ എന്ന് പറയുന്നത്. അതായത് 30 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുണ്ടാവുക. ഇതുകൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആൻഡ് റീസണിങ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്, 60 ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്നും ഉണ്ടാകും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഈ 2023 ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുമ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ വളരെ കോമൺ ആയിട്ട് എല്ലാ എക്സാംസിനും വരുന്ന പാറ്റേൺസ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്നത്. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്, എറർ കറക്ഷൻസ് ഇല്ല. ഓർക്കണം, എറർ സ്പോട്ടിങ് മാത്രമേ ഉള്ളൂ. അതൊരു സെൻറ്റൻസിൽ നിന്നാകാം, തന്നിരിക്കുന്ന 4-5 സെൻറ്റൻസിൽ നിന്ന് എററുള്ള സെൻറ്റൻസുകളെ ഡിറ്റക്ട് ചെയ്യാനാകാം. സ്പോട്ടിംഗ് എറേഴ്സ് ആണ്. അത് 2 വിഭാഗങ്ങളിലായിട്ട് ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് എറർ സ്പോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ജംബിൾഡ് സെൻറ്റൻസ്, ഒരു വാക്യത്തിനെ തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിനെ റീഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. പാരാ ജംബിൾ ക്വസ്റ്റ്യൻസും ജംബിൾഡ് പാരാ ക്വസ്റ്റ്യൻസും 2 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ബേസ്ഡ് ആണ്. ഇഡിയംസ് ചോദിച്ചിട്ട് അതിൻ്റെ കൃത്യമായ യൂസേജ് ഏത് സെൻറ്റൻസിലാണ് വന്നിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതല്ലെങ്കിൽ ഒരു ഫ്രേസൽ വെർബ് വന്നിട്ട് അതിൻ്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള യൂസേജ് ഏത് സെൻറ്റൻസിലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ. അത്തരത്തിലുള്ള ഏതാണ്ട് 5 ചോദ്യങ്ങൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. പിന്നെയുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഏറ്റവും കോമൺ കാറ്റഗറി റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. അപ്പോൾ ഓർക്കണം, ഒരു വലിയ പാസേജും അതിനെ തുടർന്ന് വരുന്ന 8 ചോദ്യങ്ങളുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഒരു പാസേജേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിനെ തുടർന്ന് 8 ക്വസ്റ്റ്യൻസ് ആ ഒരൊറ്റ പാസേജിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫില്ലേഴ്സ് ആണ്. വൊക്കാബുലറി ബേസ്ഡ് ആയിരുന്നു ഫില്ലേഴ്സ് എല്ലാം. വളരെ എളുപ്പമാണ്. വാക്കുകളെല്ലാം തന്നെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ വേർഡ്സ് മാത്രമേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് പാരഗ്രാഫ് കംപ്ലീഷൻ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സെൻറ്റൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജനറൽ രൂപം എന്ന് പറയുന്നത്. ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ് എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അറിയാമായിരിക്കും. പുതിയ ആസ്പിറൻസിന് കൂടി വേണ്ടിയിട്ടാണ് RBI ഗ്രേഡ് ബിയുടെ ഫേസ് 1 എക്സാമിന് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ ടൈപ്പൊക്കെ ആയിരിക്കും. സോ നൗ ലെറ്റ്സ് സീ, ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുപോകാം. Now 4 statements have been mentioned below. One or more statements may contain an error. It may contain a grammatical or a contextual error. Identify the incorrect statement. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സെൻറ്റൻസിനാണ് എറർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. Now let's see
The neoclassical style refers to a movement in art, architecture and design that emerging in the 18th century. ഇവിടെ നോക്കുക, എമർജിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ING ഫോം നമ്മൾ രണ്ട് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് കണ്ടിന്യൂസോ ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കും. അതല്ലെങ്കിൽ ജെറൻഡായിട്ട് വെർബിൻ്റെ തന്നെ നൗൺ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഈസോ വാസോ അങ്ങനെ ഏതെങ്കിലും ബിയുടെ ഒരു ഫോം അതിൻ്റെ കൂടെ ചേരണമായിരുന്നു. ഇവിടെ അത് വന്നിട്ടില്ല. ഇവിടെ ദാറ്റ് എമേർജസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ദാറ്റ് എമേർജ് ഇൻ ദി 18th century എന്നുള്ളതാണ്. സോ ദി എറർ ഈസ് ഇൻ ദി ഫസ്റ്റ് സെൻറ്റൻസ്. എമേർജിങ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. സോ ദി ആൻസർ എന്ന് പറയുന്നത് ഓൺലി എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസറായിട്ട് വരുന്നത്. എമേർജ്ഡ് എന്നുള്ള വാക്കാണ്. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് 18th and 19th centuries കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എമേർജിങ് എന്നുള്ളതിന് പകരം എമേർജ്ഡ് എന്നുള്ള വേർബ് ഫോം ആയിരുന്നു, സിമ്പിൾ പാസ്റ്റിലുള്ള വേർബ് ഫോം ആയിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. സോ ദി ആൻസർ ഈസ് എ. എമേർജിങ് എന്നുള്ളതാണ് തെറ്റുത്തരം. എമേർജ്ഡ് എന്നായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. Now again in the question below, a sentence has been divided into different parts. Rearrange the parts to form a meaningful sentence. ഇത് നിലവിൽ ഒരു സെൻറ്റൻസിനെയാണ് പലതായിട്ട് തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുള്ളൂ, വിച്ച് ഇസ് ഇൻ ദി സെൻറ്റൻസ് പി. ഇൻ ഐ ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് ഗിവ്സ് us a very pretty clear idea that the paragraph should or the sentence should definitely start with P. പിയിലായിരിക്കണം ഈ സെൻറ്റൻസ് തുടങ്ങുക. കാരണം ഐ ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കുന്ന, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്ന ഒരേ ഒരു പാർട്ട് അതാണ്. വിച്ച് ഗിവ്സ് us an answer very easy to guess. പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് നിലവിലിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി അതല്ലെങ്കിൽ പി അവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് ഗസ് ചെയ്യാവുന്നത് തന്നെയാണ്. In the intricate tapestry of human history, traversing vast epochs marked by triumphs and tribulations, the interplay of diverse cultures, ideologies ഐഡിയോളജീസ്, അതിനെ തുടർന്ന് വരുന്ന എന്തായിരിക്കും, കൾച്ചറും ഐഡിയോളജിയും. സോഷ്യോ പൊളിറ്റിക്കൽ systems as endangered multifaceted narratives replete with paradigm shift, oscillating power dynamics and profound transformations wherein the ceaseless pursuit of, പിന്നെ pursuit of എന്തായിരിക്കും, pursuit of knowledge. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ലുക്ക് അറ്റ് ദ ലാസ്റ്റ് വേർഡ്. ഇപ്പം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ്, പേഴ്സ്യൂട്ട് ഓഫിന് ശേഷം അതിനോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന വേർഡ് ഇക്കൂട്ടത്തിൽ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പേഴ്സ്യൂട്ട് ഓഫ് ഫോറിൻ ഇൻട്രിക്കേറ്റ് എന്ന് നമ്മൾ പറയാൻ സാധ്യതയില്ല, ഫോറിൻ ഇൻട്രിക്കേറ്റ് കണക്ഷൻസ് എന്ന് വരാൻ സാധിക്കുകയില്ല. പേഴ്സ്യൂട്ട് ഓഫ് നോളജ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ്. ഇപ്പോൾ PSQR എന്നുള്ള ഓർഡർ നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. PSQR എന്നുള്ളതായിരുന്നു ഉത്തരം. Now again, വീണ്ടും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ ക്വസ്റ്റ്യൻസ് ബിലോ എ സെൻറ്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്. റീഅറേഞ്ച് ദ പാർട്സ് ടു ഫോം എ മീനിങ് സെൻറ്റൻസ്. വീണ്ടും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ക്യാപിറ്റൽ ലെറ്റർ ഏതിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നൗ ക്ലിയർലി വി ഹാവ് ആർ. അമിഡ്സ്റ്റ് എന്ന് പറയുന്ന, ബാക്കി ഹ്യൂമാനിറ്റിയുടെ എച്ച് സ്മോളാണ്, ത്രൂവിൽ ടി സ്മോളാണ്, ലൈഫ് ഫോംസ് സ്മോളാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസുകളിലെല്ലാം ബാക്കി പോർഷൻസിലെല്ലാം തന്നെ ഫസ്റ്റ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. വിച്ച് ക്ലിയർലി റിഡ്യൂസസ് ആർ ഓപ്ഷൻ. 6 മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ വരുള്ളൂ. ഓപ്ഷൻസിൽ 6 സ്റ്റാർട്ടിങ് വരുന്ന ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. സോ വി ക്യാൻ ഈസിലി ഗസ് അത് ബി ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം. So amidst the vast expanse of the universe with its swirling galaxies, cosmic phenomena and enigmatic celestial bodies dancing to the symphony of gravity, electromagnetic forces and the mysterious dark energy. പിന്നെ അതിനുശേഷം ഡാർക്ക് എനർജി എന്ത് സംഭവിക്കാം, അതിൻ്റെ കണ്ടിന്യൂഷനാണ് പിന്നീട് വരേണ്ടത്. ഡാർക്ക് എനർജി, ഹ്യൂമാനിറ്റി, ഡ്രിവൺ ബൈ an insatiable curiosity and thirst for knowledge has embarked on a relentless quest to unravel the secrets of existence.
So the sentence goes like that, and the option B ആയിരുന്നു ശരി ഉത്തരം. RSPQ എന്നുള്ളതാണ് നമ്മളുടെ സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. Hope you are clear with things. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എ പാരഗ്രാഫ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ സ്ട്രാറ്റജി നമുക്ക് ഇനി നടത്താൻ സാധിക്കില്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. കാരണം ഓരോന്നും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകൾ തന്നെയാണ്. ഇനി ഇക്കൂട്ടത്തിൽ നമുക്ക് ഏത് സെൻറ്റൻസ് ആണ് ആദ്യം വരിക എന്നുള്ളത് നോക്കാം. ഇനി പാരജമ്പിൾഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് എവറി പാരഗ്രാഫ് ഷുഡ് ബി ആൻ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഇനി ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് മറ്റ് ക്ലൂസ് ഒന്നും വേണ്ടാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വഭാവമുള്ള ഒരു പ്ലെയിൻ സെൻറ്റൻസ് ആയിരിക്കും ആദ്യത്തേത്. അപ്പം അത്തരത്തിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ലാത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സെൻറ്റൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയാകും. സോ വി ഹാവ് 5 ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിക്കാം എന്ന് വിചാരിക്കുന്നു. നൗ ഇക്കൂട്ടത്തിൽ with each passing moment we teach her on the precipice of irreversible. ഇവിടെ നോക്കുക, വിത്ത് ഈച്ച് പാസിംഗ് മൊമെൻറ്റ്, ഇതൊരു ബിഗിനിങ് അല്ല. ഒരിക്കലും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഓരോ നിമിഷം കഴിയും തോറും അല്ലെങ്കിൽ വിത്ത് ഈച്ച് പാസിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് പിന്നീട് പറയുന്നതാണ്. ഒരിക്കലും ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയില്ല. Now, as we navigate the treacherous terrain strewn with vested interest, വീണ്ടും ആസ് വി എന്ന് പറയുമ്പോൾ അഗെയിൻ വി ക്ലിയർ അല്ല അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല. ദ ലാബ്രിന്ത് ആൻഡ് ചലഞ്ച് ഓഫ് ഷിഫ്റ്റിംഗ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ടു റിന്യൂവബിൾ എനർജി. ഇവിടെ നോക്കുക, ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അഗെയിൻ ലാബ്രിന്ത് ചലഞ്ച് ഓഫ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ആ ചലഞ്ചിനെ പറ്റി പറയുന്നതിന് മുൻപ് ഇങ്ങനെയൊരു ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ സംസാരിക്കണം. ആൻഡ് ക്ലിയർലി ഇൻ ദ റിലൻറ്റസ് പെർസ്യൂട്ട് ഓഫ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ദ imperative for an energy transition emerges. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് 5 കൃത്യമായിട്ട് ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന പാരഗ്രാഫ് എന്തിനെ പറ്റിയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് 5 ആയിരുന്നു. ആൻഡ് ഫോർ ദാറ്റ് റീസൺ നമുക്ക് 5നെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. നൗ അതിനുശേഷം ദ ലാബ്രിന്ത് ചലഞ്ച് ഓഫ് ഷിഫ്റ്റിംഗ് ഫ്രം ഫോസിൽ ഫ്യൂൽസ് ടു റിന്യൂവബിൾ എനർജി സോഴ്സസ് റിക്വയർസ് മെറ്റിക്കുലസ് പ്ലാനിങ്, ക്ലോസൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷനെ പറ്റി പറഞ്ഞു. ആ ട്രാൻസിഷന് എന്ത് റിക്വയർഡ് ആണ്? അത്തരത്തിലുള്ളൊരു ചലഞ്ച് ഇറ്റ് റിക്വയേഴ്സ്, ഇവിടെ റിക്വയർസ് എന്നൊരു വേർഡ് ഉണ്ട്. ഇറ്റ് റിക്വയർസ് വാട്ട്? മെറ്റിക്കുലസ് പ്ലാനിങ്, ക്ലോസൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് ടു ഡിസ്റൈബ് ലോങ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റംസ്. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് 3 പ്ലേസ് ചെയ്യാം. ആദ്യം 5 ആയിരുന്നു ആൻഡ് സെക്കൻഡ് സെൻറ്റൻസ് നമുക്ക് 3 എന്ന് കിട്ടി. ആൻഡ് ദെൻ വി ഗോ വിത്ത് ഈച്ച് പാസിംഗ് മൊമെൻറ്റ് വി ചീറ്റർ എന്ന് പറയുന്ന മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് നമ്മൾ പോയി. നൗ ഇത്രയും കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഗസ് ചെയ്യാൻ സാധിക്കും. ദ ഫോർത്ത് സെൻറ്റൻസ് ഇസ് ഡെഫിനറ്റ്ലി 2 and we have the fourth sentence as the fifth sentence. Fourth option ആണ് fifth sentence ആയിട്ട് വരുന്നത്. So the option C ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരിക. Now the answer is definitely option C, 5, 3, 1, 2, 4 എന്നുള്ള ഓർഡറിലായിരുന്നു ആ പാരഗ്രാഫിന് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. അഗെയിൻ മറ്റൊരു പാരാജമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 പാരാജമ്പിൾസും 2 സെൻറ്റൻസ് ജമ്പിൾഡ് ക്വസ്റ്റ്യൻസുമാണ് വന്നിരുന്നത്. സോ നൗ ദ സെക്കൻഡ് വൺ അഗെയിൻ നോക്കുക, ചലഞ്ചിങ് ദിസ് എൻട്രൻസ്ഡ്. അഗെയിൻ ഈ ദിസ് പോലുള്ള വാക്കുകൾ ഇറ്റ് ഡസൻറ്റ് ഗിവ് എ ക്ലാരിറ്റി. ഈ ദിസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം അത്തരത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുള്ള വ്യക്തതയില്ലാത്ത സെൻറ്റൻസുകളൊന്നും ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പ്ലേസ് ചെയ്യരുത്. ഇൻസ്റ്റെഡ് വളരെ കൃത്യമായിട്ട് ഇത് എന്തിനെ പറ്റിയാണ് ടോപ്പിക് എന്ന് മനസ്സിലാകുന്ന ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ഈ കൂട്ടത്തിലുണ്ട്. ആ ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. So now here നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, to forge equitable societies we must dismantle the gendered infrastructure, rebalancing the scales of spatial justice and championing an era where every person irrespective of gender can flourish and thrive within the architectural fabric of our shared world. But this to forge equitable society. അപ്പോൾ ഈ ഇക്വിറ്റബിൾ സൊസൈറ്റി ഫോർജ് ചെയ്യുന്ന കാര്യം ഓൾറെഡി പറഞ്ഞതിന് ശേഷം മാത്രമേ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അഗെയിൻ നമുക്ക് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. നൗ വി ഹാവ്
The other sentence is the manifestation of gendered infrastructure materializes in the subtle design choices that shape our urban landscapes. അപ്പോൾ again gendered infrastructure materializes എന്ന് പറയുന്നുണ്ട്. To manifest, ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്താണ് ഈ പറയുന്നൊരു ജെൻഡേർഡ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്താണ് എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. സാധാരണ പാരഗ്രാഫുകളെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി വെറുതെ ഉള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് വരുന്ന പാരഗ്രാഫുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതൊരു പ്രോബ്ലം ടു സൊല്യൂഷൻ സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ പ്രോബ്ലം വിച്ച് ഇൻട്രൊഡ്യൂസസ് യു എ പ്രോബ്ലം ആൻഡ് ഫോളോയിങ് സെൻറ്റൻസസ്, അതിനെ തുടർന്ന് വരുന്ന ഓരോ സെൻറ്റൻസുകളും ആ പ്രശ്നത്തിൻ്റെ പല പല മുഖങ്ങൾ, പല പല മാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഏറ്റവും ഒടുവിലത്തെ സെൻറ്റൻസിലേക്ക് എത്തുമ്പോഴേക്കും ഇതിനൊരു പ്രോബബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് തീരുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തുടക്കത്തിൽ നമുക്ക് ഈ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കിട്ടണം. Now look at the fifth sentence. Gendered infrastructure, a subject of profound socio-cultural significance, demands rigorous examination within the intricate tapestry of social systems. This is a perfect introductory sentence. Gendered infrastructure എന്ന് പറയുന്നത് വലിയ ഒരു സോഷ്യോ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള സബ്ജക്റ്റ് ആണ് എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗൗരവത്തിൽ പരിഗണിക്കണമെന്നും പറഞ്ഞ് നമ്മളൊരു വിഷയം ഇവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇനി ആ ജെൻഡേർഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മാനിഫെസ്റ്റേഷന് പറയുന്നതിന് മുമ്പ് the built environment, often an embodiment of patriarchal norms, is historically perpetuated gender inequities, perpetuating spatial biases and engendering disparities. ഇവിടെ നമ്മൾ പ്രോബ്ലം പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷനാണ് ഫോർത്ത് സെൻറ്റൻസിൽ വരുന്നത്. വാട്ട് ഈസ് ജെൻഡർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്, വിച്ച് ഗിവ്സ് യു 4 ആസ് ദി സെക്കൻഡ് സെൻറ്റൻസ്. ഫസ്റ്റ് സെൻറ്റൻസ് 4 ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് 5 ആയിരുന്നു, രണ്ടാമത്തെ സെൻറ്റൻസ് 4 ആണ്. നൗ തേർഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, now we have these two options to consider. ബാക്കി നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ഓപ്ഷനാണ് നിലവിലുള്ളത്. ഈ രണ്ട് ഓപ്ഷനിൽ 543 തന്നെയാണ് രണ്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് 612 126. ഇതിൽ നോക്കുക, ആസ് എ ഫ്രെയിംവർക്ക് ഓഫ് സിറ്റീസ് ആൻഡ് പബ്ലിക് സ്പേസസ് ഫെയിൽസ് ടു അക്കോമഡേറ്റ് ഡൈവേഴ്സ് നീഡ്സ് to perpetuate a systemic exclusion of women, exacerbating their vulnerability and hindering their access to essential services and opportunities. Now this cannot be a conclusion. ഞാൻ പറഞ്ഞൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത് തുടങ്ങുന്ന പാരഗ്രാഫിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. നമ്മൾ പ്രോബ്ലത്തിലാണ് തുടങ്ങിയത്, ജെൻഡേർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൺക്ലൂഷൻ ഒരു സൊല്യൂഷൻ ആയിരിക്കണം. വിച്ച് അഡിക്വേറ്റ്ലി ഗിവ്സ് us the second option to forge equitable societies. We must dismantle the gendered infrastructure. ഇതിനെ നമ്മളൊരു ഇക്വിറ്റബിൾ സൊസൈറ്റി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ജെൻഡേർഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. യു മൈറ്റ് നോ, ഡിസ്മാൻഡിൽ ചെയ്യുക, നമ്മൾ എൻജിൻസ് ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്തു എന്ന് പറയും. അതിനെ അടിച്ചു പണിയണം, പൊളിച്ചെടുക്കണം, അതിനെ മുഴുവൻ പൊളിച്ചെടുക്കണം. അപ്പോൾ അവിടെയാണ് ഒരു സൊല്യൂഷൻ വരുന്നത്, വിച്ച് ഗിവ്സ് us the hint that sentence number 2 should be the concluding statement, which gives us the option B നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്യും. So the answer is B, 5, 4, 3, 6, 1 and 2. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പാരാജമ്പിൾ ക്വസ്റ്റ്യൻസും സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ജമ്പിൾഡ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസും ഒരല്പം ട്രിക്കി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഐ ടോൾഡ് യു, ജമ്പിൾഡ് സെൻറ്റൻസസിൻ്റെ കേസിൽ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളതായിരിക്കും ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം, വിച്ച് ഗിവ്സ് us 1 or 2 ഓപ്ഷൻസ്. പരമാവധി 2 ഓപ്ഷനെ ആ ഒരേ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. So getting into the answer is pretty simple there. ഇനി ഇവിടെ പാരാജമ്പിൾസ് ആണ് എങ്കിൽ പോലും ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റും കണ്ടുപിടിക്കുക. സോ ദ റെസ്റ്റ് ഇസ് ഡൺ. ആദ്യത്തെയും അവസാനത്തെയും സെൻറ്റൻസുകൾ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. സോ നൗ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The question below the sentence have been mentioned with a blank. In each sentence, use one of the phrases given in the options to fill in the blanks. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്
ഫ്രേസൽ വെർബുകളാണ്, നമ്മൾ ഇഡിയംസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബുകളെയാണ് കൊടുത്തിരിക്കുന്നത്. Now let's see what exactly does these means and which of these following will be aptly suiting in the given options. അപ്പോൾ ഇവിടെ hog, hue and cry എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. Dragging a crate, hog the limelight, burn the bridge, sleeping like a log. ഈ ഫ്രേസൽ വെർബുകൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. കാരണം യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് 3 to 4 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഫ്രം ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ്. ഇഡിയംസിൽ നിന്നും ഫ്രേസൽ വെർബിൽ നിന്നും 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രേസൽ വെർബുകൾ പഠിക്കുക. ദീസ് ആർ വെർബൽ എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ വെർബൽ എക്സ്പ്രഷൻസിൻ്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല, അതിനൊരു ഫിഗറേറ്റീവ് മീനിങ്, ഒരു മെറ്റഫോറിക്കൽ മീനിങ്ങിലായിരിക്കും ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. സോ യു ഡെഫിനറ്റ്ലി ഹാവ് ടു നോ വാട്ട് എക്സാക്ട്ലി ദീസ് വേർഡ്സ് മീൻ എന്നുള്ളത്. Now sleeping like a log എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് വിത്ത് സൗണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് സ്ലീപ്പ് വിത്ത് സൗണ്ട് അല്ലെങ്കിൽ സ്ലീപ്പ് വെരി സൗണ്ട്ലി എന്നുള്ളതാണ് സ്ലീപ്പിംഗ് ലൈക്ക് എ സോക്ക്. ബേൺ ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ് വിച്ച് മീൻസ് ഡു സംതിങ് ദാറ്റ് വിൽ ബി ഇമ്പോസിബിൾ ടു റെക്ടിഫൈ ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങളൊരു കാര്യം ചെയ്തു, ഇനി ഒരു കാലത്തും തിരുത്താൻ പറ്റാത്ത വിധം വലിയൊരു അപകടം അല്ലെങ്കിൽ വലിയൊരു അബദ്ധം ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ബേൺ ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഹോഗ് ദി ലൈംലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ദി അറ്റൻഷൻ, സ്റ്റീൽ ദ ലൈംലൈറ്റ് എന്നാണ്. എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റുക, എല്ലാവരുടെയും മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ബോധപൂർവം ശ്രമിക്കുക. എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ബി ഓൺ ദ ലൈംലൈറ്റ് എന്നുള്ളതാണ് ഹോഗ് ദി ലൈംലൈറ്റ്. ഡ്രാഗിങ് എ ക്രേറ്റ് നമ്മൾ വലിച്ചിഴയ്ക്കുക എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കേസാണ് ഡ്രാഗിങ് ദി ക്രേറ്റ് എന്ന് പറയുന്ന വേർഡ്. Now let's see, despite his notable contributions to the project, John's colleagues often felt overshadowed as his penchant for self-promotion and desire to. അവിടെ നോക്കുക, പെൻഷൻ ഫോർ സെൽഫ് പ്രൊമോഷൻ, അയാൾക്ക് സ്വയം പ്രൊമോട്ട് ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ആൻഡ് ഡിസയർ ടു ഹോഗ് ദി ലൈംലൈറ്റ്. സോ തീർച്ചയായിട്ടും ഒന്നാമത്തെ സെൻറ്റൻസിൽ ഹോഗ് ദ ലൈംലൈറ്റ് എന്നുള്ളത് സ്യൂട്ടബിൾ ആണ്. പക്ഷെ നമുക്ക് 2 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ 2 സെൻറ്റൻസിൻ്റെയും കോണ്ടെക്സ്റ്റിൽ ആപ്റ്റ്ലി സ്യൂട്ടബിൾ ആകുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ലെറ്റ്സ് സീ ദ സെക്കൻഡ് സെൻറ്റൻസ്. ഇവിടെ amidst the intricate dance of egos and aspirations within the creative industry, certain individuals unabashedly hog the limelight. Their insatiable hunger for attention overshadowing the collective brilliance of their peers എന്നുള്ളതാണ് സെൻറ്റൻസ്. നമുക്കറിയാം ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടിടത്തും സ്യൂട്ടബിൾ ആകുന്ന ഓപ്ഷൻ ഹോഗ് ദി ലൈംലൈറ്റ് തന്നെയായിരുന്നു. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ദി ആൻസർ ഹോഗ് ദി ലൈംലൈറ്റ് വിച്ച് മീൻസ് ടു സ്റ്റീൽ ദി ലൈംലൈറ്റ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. വീണ്ടും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 2 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. വി ഹാവ് എ സെറ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ഗിവൺ ഫോർ യു. നൗ ഇവിടെ ഈ പറയുന്ന ഫ്രേസൽ വെർബുകളുടെ മീനിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ദി ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ. നൗ ബാങ്ക് ഫോർ ദ ബക്ക്. ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ യുവർ മണി എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് പറയുന്നത് അത് കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യമുണ്ട്. ഇറ്റ് ഹാസ് എ വാല്യൂ ഫോർ ദി മണി ദറ്റ് യു ഗിവ്, അല്ലെങ്കിൽ നിങ്ങളുടെ മണിക്കുള്ള യുവർ മണി ഹാസ് എ വാല്യൂ എന്നുള്ളതാണ്. Now, in the realm of economic policy, policymakers strive to strike a delicate balance between allocating resources efficiently and maximizing the bang for buck. Bang for the buck എന്ന് പറഞ്ഞാൽ you are getting value for the money, getting value for your money എന്നുള്ളതാണ് ഈ പറയുന്ന ബാങ്ക് ഫോർ ദി ബക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം. ഫിഷ് റോട്ട്സ് ഫ്രം ദി ഹെഡ് എന്ന് പറഞ്ഞാൽ നോ മാറ്റർ ഹൗ ഗുഡ് യുവർ ലീഡർഷിപ്പ് ഇസ്, ഫിഷ് റോട്ട്സ് ഫ്രം ദി ഹെഡ് വിച്ച് മീൻസ് ദ ഹെഡ് ഇസ് ഗോയിങ് ടു റോട്ട് ഫസ്റ്റ്. ആദ്യം കേടാകുന്നത് അല്ലെങ്കിൽ ആദ്യം ചീത്തയാകുന്നത്, ആദ്യം റോട്ട് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴും ഫിഷിൻ്റെ ഹെഡാണ്. വിച്ച് മീൻസ് ഇഫ് ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടുത്തെ ഹെഡായിരിക്കും ഏറ്റവും ആദ്യം റോട്ട് ചെയ്ത് തുടങ്ങുന്നത്. വിച്ച് ബിഗിൻസ് ദി റോട്ടിംഗ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി പോർഷൻ എന്നുള്ളൊരു ഐഡിയ ആണ് തരിക. Now to bite the dust. To bite the dust is another a phrasal verb. Bite the dust നമ്മൾ നിലം പതിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. To not literally biting the dust, പക്ഷെ മുഖം നിലത്ത് പോയി അടിച്ചു എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഫെയിലിയർ, an utter ഫെയിലിയറിനെയാണ് നമ്മൾ to bite the dust എന്നുള്ള ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് വലിയ ഒരു a bigger problem which is very obvious but you don't actually want to address. നിങ്ങൾ ആരും സംസാരിക്കാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന
വലിയൊരു പ്രശ്നമാണ്. ദിസ് പ്രോബ്ലം ഇസ് ആൻ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വെരി ഒബ്വിയസ്, എല്ലാവർക്കും അറിയാം, വളരെ വിസിബിളുമാണ്, പക്ഷേ യു ഡോണ്ട് റിയലി വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതാണ് ഈ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. സ്ലേ യുവർ ഡ്രാഗൺ ഇസ് ആൻ എക്സ്പ്രഷൻ where you can overcome your most difficult task. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്കിനെ നമ്മൾ ഓവർകം ചെയ്ത് അത് പൂർത്തീകരിക്കുന്നതിനെയാണ് സ്ലേ യുവർ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇവിടെ ബാക്കി ഓപ്ഷൻസ് ഒന്നും തന്നെ കോണ്ടെക്സ്റ്റിൽ സ്യൂട്ടബിൾ അല്ല. അവിടെ വരുന്ന ഒരേ ഒരു വാക്ക് മാക്സിമൈസിങ് ദി ബാങ് ഫോർ ദ ബക്ക്, മാക്സിമൈസിങ് ദി വാല്യൂ ഫോർ മണി. Second sentence നോക്കാം. As consumers increasingly seek value and efficiency in their purchasing decisions, businesses must constantly innovate and refine their offerings to provide a compelling value for money, a compelling bang for the buck. So the answer is definitely option A, which gives you bang for the buck as the right answer. Now let's see the next question. Despite the severity of crime committed, the lenient sentencing of a mere community service order for a repeat offender can be seen as nothing more than a dash, failing to serve as an adequate deterrent or impart a sense of justice to the victims and society at large. അപ്പം ഇവിടെ നോക്കുക, a lenient sentencing of a mere community service order. കമ്മ്യൂണിറ്റി സർവീസ് ഓർഡർ മാത്രം കൊടുത്തുകൊണ്ട് വളരെ ചെറിയൊരു ലീനിയൻ സെൻറ്റൻസിങ് കൊടുക്കുന്നത് ഒരു എന്താണ് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും സമൂഹത്തിൽ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Now let's see what are the options here. A taste of your own medicine. A taste of your own medicine എന്ന് പറഞ്ഞാൽ നമ്മൾ you do something for the others. അവനവൻ കുഴിച്ചുകൂടിയിൽ അവനവൻ വീഴുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് പോലെ you suffer your own harmness, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് നിങ്ങൾ തന്നെ അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ ഈ ടേസ്റ്റ് യുവർ ഓൺ മെഡിസിൻ എന്ന് പറയുന്നത്. Slap on the wrist is a very mediocre punishment that you give for a very serious crime. നമ്മൾ വളരെ മിനിമലായിട്ടുള്ള, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുന്നതിനെയാണ്, വെരി മൈൽഡ് പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത്. മൈൽഡ് പണിഷ്മെൻ്റ് ആണ്. Now back to the drawing board എന്ന് പറയുന്നത്, you do a lot of things and finally നമ്മളെല്ലാം ചെയ്ത് അല്ലെങ്കിൽ എല്ലാ പ്ലാനിങ് കഴിയുമ്പോൾ you prove that it's completely worthless, അത് കംപ്ലീറ്റ് പരാജയമായി കഴിയുമ്പോൾ you get back to the beginning point. നിങ്ങൾ വീണ്ടും തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് getting back to the starting പോയിന്റിനെയാണ് back to the drawing board എന്ന് പറയുന്നത്. All Greek to me എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. This all sounds like all Greek to me. നമ്മളോട് ഒരാൾ പറയുന്നു, യു കനോട്ട് പെർസീവ് ഇറ്റ് അറ്റ് ഓൾ, നിങ്ങൾക്ക് തീരെയും മനസ്സിലാകാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുന്നതാണ് ഇതെനിക്ക് ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ എന്ന്. യു ക്യാൻ ടോക്ക് അബൌട്ട് എ സബ്ജക്റ്റ്, നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു സബ്ജക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ, എനിക്കൊരു കാര്യവും അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഹി സൗണ്ട്സ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ബേക്കേഴ്സ് ഡസൻ ഇസ് ആക്ച്വലി 13. യൂഷ്വലി എ ഡസൻ ഇസ് 12, ബട്ട് ബേക്കേഴ്സ് ഡസൻ ഇസ് എ സ്പെഷ്യൽ എക്സ്പ്രഷൻ വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് 13. ബേക്കേഴ്സ് ഡസൻ അതിൻ്റെ പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. കാരണം യൂഷ്വലി ആ ഡസൻ എന്ന് പറയുമ്പോൾ 12 ആണ്, പക്ഷേ ബേക്കേഴ്സ് എപ്പോഴും ഒരു ഡസൻ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് 1 or 2 മൈറ്റ് ഗെറ്റ് ഡാമേജ്ഡ്. ഒന്നിലധികമോ ഡാമേജ്ഡ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ദേ ഡോണ്ട് വാണ്ട് ടു ബി അക്യൂസ്ഡ്. അതുകൊണ്ട് അവർ ഒരെണ്ണം എക്സ്ട്രാ വയ്ക്കും. അങ്ങനെയാണ് ഈ ബേക്കേഴ്സ് ഡസൻ എന്നുള്ളതിന് 12-ന് പകരം ഒരെണ്ണം എക്സ്ട്രാ വെക്കുന്നതുകൊണ്ടാണ് ഇത് 13 ആകുന്നത്. സോ എ ബേക്കേഴ്സ് ഡസൻ ഇസ് ആക്ച്വലി എൻ എക്സ്പ്രഷൻ ഓഫ് ഫോർ എ സെറ്റ് ഓഫ് 13. 13 എണ്ണമുള്ള ഒരു സെറ്റിനെ, ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് എ ബേക്കേഴ്സ് ഡസൻ. യൂഷ്വലി എ ഡസൻ എന്ന് പറയുന്നത് 12 ആണ്, ഇവിടെ എ ബേക്കേഴ്സ് ഡസൻ 13-ഉമാണ്. നൗ ഫ്രം ദി ഫസ്റ്റ് സെന്റൻസ് നമുക്കറിയാം തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ബി മാത്രമേ കുറച്ചെങ്കിലും അതിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ യോജിക്കുന്നതായിട്ട് വരുന്നുള്ളൂ. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്, മൈൽഡ് പണിഷ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ. ലെറ്റ്സ് സീ ദ സെക്കൻഡ് സെന്റൻസ് ഓൾസോ. The regulatory agency's decision to impose a nominal fine on the corporation found guilty of gross negligence and environmental violations is seen by many as nothing more than a symbolic dash lacking the teeth or truth
to truly hold the company accountable. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ശിക്ഷ കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. കാര്യമായ ഒരു ക്രൈം നടത്തുമ്പോഴും അതിന് പേരിന് മാത്രമുള്ള വളരെ ലഘുവായിട്ടുള്ളൊരു ശിക്ഷ. അപ്പോൾ ആ രീതിയിൽ അർത്ഥം വരുന്ന സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ്, റിസ്റ്റിൽ ചെറുതായിട്ടൊന്ന് സ്ലാപ്പ് ചെയ്യുക, ഒരു തട്ട്, സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് ഫോർ എ ബിഗർ ക്രൈം. അപ്പം വളരെ മൈൽഡ് പണിഷ്മെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം, വിച്ച് മീൻസ് എ മൈൽഡ് പണിഷ്മെൻറ്റ്. സോ ദി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Now ഇനി പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐ ടോൾഡ് യു റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് പ്രത്യേകിച്ച് RB ഗ്രേഡ് ബി എക്സാമിനെ സംബന്ധിച്ച് വരുമ്പോൾ നെവർ എക്സ്പെക്ട് എ വെരി ഈസി പാസേജ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാം, ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരുന്നു, ലാംഗ്വേജും വളരെ സിമ്പിളാണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകില്ലാത്ത അല്ലെങ്കിൽ ഒരു കോമൺ റീഡറിന് പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒന്നും അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ മറ്റ് ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ബാങ്ക് എക്സാംസിന് കാണുന്ന പാസേജുകളെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ് RBIയുടെ പാസേജിന്. ബട്ട് നോ മാറ്റർ ലെങ്ത്ത് കുറച്ച് കൂടിയാൽ പോലും പാസേജിൻ്റെ പാസേജും വളരെ സിമ്പിളാണ്. ആൻഡ് സോ ഐ എം നോട്ട് സ്പെയറിംഗ് ടൈം ടു റീഡ് ദി ഹോൾ പാസേജ് ആൻഡ് എക്സ്പ്ലെയിൻ ടു യു. നിങ്ങളത് വായിച്ച് നോക്കുക ആൻഡ് വായിച്ചതിന് ശേഷം വിൽ ഗെറ്റ് ടു ദി ക്വസ്റ്റ്യൻസ്. No, I told you ഇതൊരു അല്പം ലെങ്തി പാസേജ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ബട്ട് ഡു റീഡ് ദ പാസേജ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് കംപ്ലീറ്റ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസിനെ പറ്റിയൊക്കെയാണ് പാസേജ് പറഞ്ഞു പോകുന്നത്. തേർഡ് വേൾഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയും അതിൻ്റെ പല മാനങ്ങളെ പറ്റിയും ഇന്നത്തെ കറൻറ്റ് സിനാരിയോ ഒക്കെ വെച്ചുകൊണ്ടുള്ള കമ്പാരിസൺസ് ഒക്കെയാണ് നടത്തുന്നത്. Now we have a conclusion. Moreover, international cooperation and fair global trade are essential for the progress of third world countries. നമുക്കറിയാം തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ പ്രോഗ്രസ് എങ്ങനെ സാധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം പോവർട്ടി ഉൾപ്പെടെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ആദ്യമേ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ജെൻഡർ ഇനീക്വാലിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, അവരുടെ ഒരു കൊളോണിയൽ പാസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ടോക്കിംഗ് a lot of problems that the third world countries are facing, finally it gives a conclusion in the final part of the passage. Now let's move on to the questions that follows. പാസേജിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. Question number 89. What are some of the challenges related to population growth and urbanization in third world countries? Some of the challenges ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഇസ് ഓൾ അബൌട്ട് ഹൗ വെൽ യു റീഡ്, ഹൗ വെൽ യു പെർസീവ് തിങ്സ്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ച് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് RC പാസേജ് എന്ന് പറയുന്നത്. സോ റീഡിംഗ് ഇസ് ദ കീ. ഈ സെഷനിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളത് മാത്രമാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ വെരി വെരി കെയർഫുള്ളി. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ആർ സം ഓഫ് ദി ചലഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത് റിലേറ്റഡ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ട പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് അർബനൈസേഷൻ. അപ്പോൾ നമ്മൾ ചലഞ്ചസ് എന്ന് കാണുന്നത് തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ചലഞ്ചസ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ചൂസ് ചെയ്യാൻ പോകരുത്. ചലഞ്ചസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് അർബനൈസേഷൻ ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ലിമിറ്റഡ് ആക്സസ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ടോ അർബനൈസേഷൻ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ചലഞ്ച് അല്ല. Now, overcrowded cities and inadequate infrastructure. Now, that is the answer. Overcrowded cities and inadequate infrastructure ആണ് പോപ്പുലേഷൻ ഗ്രോത്തും അർബനൈസേഷനും മൂലം ഉണ്ടാകുന്ന ഒരു ചലഞ്ച്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ഗവർണൻസ്, അത് പോസ്റ്റ് കൊളോണിയൽ പീരീഡിൽ പുതിയ ന്യൂ നേഷൻസ് ഫോം ചെയ്തപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് ഫേസ് ചെയ്ത ഒരു ചലഞ്ചായിട്ട് പാസേജിൽ പറയുന്ന കാര്യമാണ്. It is definitely a challenge that is faced by the third world countries, but not related to population growth and urbanization. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് read the questions really carefully. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ക്വസ്റ്റ്യൻസ് വായിക്കുക. യു ഹാവ് ദ കീ ടു യുവർ ആൻസർ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ യു വിൽ പ്രോബ്ലി മിസ് ഔട്ട് ദിസ് പാർട്ട്. യു വിൽ ഓൺലി ഫോക്കസ് ഓൺ ചലഞ്ച് എന്ന് കാണുമ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാം ചലഞ്ചാണ്. ലെറ്റ്സ് സീ ദി അതർ ഓപ്ഷൻസ്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതും പാസേജിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്ട്രോങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ദിസ് ഈസ് നെവർ എ ചലഞ്ച്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ചലഞ്ച് അല്ല. Now the option എന്ന് പറയുന്നത് B ആണ്. ആൻസർ ഇസ് ഡെഫിനറ്റ്ലി B. ഓവർക്രൗഡഡ് സിറ്റീസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ് ആൻസർ. Now let's see the next question. Why is the empowerment and inclusion of women crucial for the development of third world countries? ഇതിൽ ചോദിച്ചിരിക്കുന്ന എംപവർമെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് വുമൺ ആണ് ചോദിച്ചിരിക്കുന്നത്.
അതെന്തുകൊണ്ടാണ് തേർഡ് വേൾഡ് കൺട്രീസിൽ പ്രധാനപ്പെട്ടതാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ലെറ്റ്സ് സീ ദി ഓപ്ഷൻസ്. ഇറ്റ് പെർപച്വേറ്റ്സ് ജെൻഡർ ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ്. ഇറ്റ് പെർപച്വേറ്റ്സ് ഇനീക്വാലിറ്റീസും സോഷ്യൽ ഡിസ്പാരിറ്റീസും കൂട്ടും, അല്ലെങ്കിൽ അത് വീണ്ടും പ്രോസ്പർ ചെയ്യിക്കും, പെർപച്വേറ്റ് ചെയ്യിക്കും എന്നുള്ളത് ഈസ് എ മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്. വാസ്തവത്തിൽ അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി എംപവർമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി ഇല്ലാതാക്കും, സോഷ്യൽ ഡിസ്പാരിറ്റീസും ഇല്ലാതാക്കും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. സോ പെർപച്വേറ്റ്സ് എന്നുള്ളത് തെറ്റാണ്. ഇറ്റ് ലീഡ്സ് ടു ഓവർ ക്രൗഡഡ് സിറ്റീസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഹൗസിംഗ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ജെൻഡർ. അത് പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഓവർ ക്രൗഡഡ് സിറ്റീസ് ഉണ്ടാകുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ടാണ്. അതൊരിക്കലും ഈ വുമണുമായിട്ട് റിലേറ്റ് ചെയ്ത് ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമല്ല. ആൻഡ് ഓൾസോ ചോദിച്ചിരിക്കുന്നത് empowerment and inclusion of women ആണ്. So you can strike out that option too. It fosters inclusive growth and unlocks human capital. See, inclusive growth. ജെൻഡർ എന്ന് പറയുന്നൊരു ടോപ്പിക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കാണ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത്. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള, നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, എക്സ്ക്ലൂസീവ് ആവുക അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഇൻക്ലൂസീവ് ആവുക, ഇൻക്ലൂഡ് ചെയ്യുക, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ ജെൻഡർ ഇനീക്വാലിറ്റീസ് ഇല്ലാതായ, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ഓഫ് വുമൺ ഇസ് അഗെയിൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. നമുക്കറിയാം ഇൻക്ലൂഷൻ ഓഫ് വുമൺ ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് റിസൾട്ട്സ് ഇൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇറ്റ് എക്സാസ്പറേറ്റ്സ് ഇൻകം ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി വളർത്തും, അല്ലെങ്കിൽ പോവർട്ടീനെ കൂടുതൽ വ്യാപിപ്പിക്കും എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. പ്രൊമോട്ട്സ് കറപ്ഷൻ. ദാറ്റ്സ് അഗെയിൻ എ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ ഇസ് ഡെഫിനറ്റ്ലി സി. ഇറ്റ് ഫോസ്റ്റേഴ്സ് inclusive growth. Let's see the next question. What role do partnerships with international organizations and developed countries play in the developments of third world countries? ഇവിടെയും ചോദിച്ചിരിക്കുന്നത് പാർട്ട്ണർഷിപ്സ് വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പ്ലേ ഇൻ ദ ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ വളർച്ചയ്ക്ക് ഇതെങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ലെറ്റ്സ് സീ ദി ഓപ്ഷൻസ്. ദേ കോൺട്രിബ്യൂട്ട് ടു കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറയുന്ന അഴിമതിയാണ്, അത് അഴിമതിയിലേക്ക് നയിക്കും എന്നുള്ളതൊരു മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ പ്രൊമോട്ട് എക്കണോമിക് ഡിപ്പെൻഡൻസി ആൻഡ് ഹിൻഡർ ഗ്രോത്ത്. ഹിൻഡർ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക, വഴിമുടക്കുക എന്നുള്ളതാണ്. ഹിൻഡറൻസ് ഇസ് സം സോർട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾ ഓൺ യുവർ പാത്ത്. അപ്പോൾ അതും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദേ പ്രൊവൈഡ് വാല്യുബിൾ ഫിനാൻഷ്യൽ and technological support. They exacerbate progress in the socio-economic sectors. They discourage innovation and entrepreneurship. ഡിസ്കറേജ് ചെയ്യുക, എക്സാഗ്രബേറ്റ് ചെയ്യുക എന്ന് പറയുന്ന എല്ലാം തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണത്തെപ്പറ്റി പറയുന്നത് എന്ത് മാത്രമാണ്? പ്രൊവൈഡ് വാല്യുബിൾ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ സപ്പോർട്ട്, വിച്ച് ഇസ് പ്രിറ്റി ക്ലിയർലി പ്രൊവൈഡഡ് ഇൻ ദ പാസേജിൽ. ഈ പാർട്ട്ണർഷിപ്സിനെ പറ്റി സംസാരിക്കുന്ന, ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി സംസാരിക്കുന്നിടത്ത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജിക്കൽ സപ്പോർട്ട് എന്നുള്ളത്. സോ ദി ആൻസർ ഇസ് ഡെഫിനറ്റ്ലി സി. നമ്മുടെ ആൻസർ സി ആണ്, വിച്ച് ഗിവ്സ് യു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കീ ഫാക്ടേഴ്സ് ഫോർ ദി വേ ഫോർവേഡ് ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്? വാട്ട് ആർ ദ കീ ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ദി വേ ഫോർവേഡ്, മുമ്പിലേക്ക് സഞ്ചരിക്കാൻ. അപ്പം ഫോർ ദി പ്രോഗ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം. ഫാക്ടേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഫോർ ദി തേർഡ് വേൾഡ് കൺട്രീസ് ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് കൊളോണിയൽ പവർ ഡൈനാമിക്സ്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഫോർവേഡ് പോകുന്ന അല്ലെങ്കിൽ പ്രോഗ്രസ്സിന് കാരണമാകുന്ന ഒരു കാര്യമല്ല. പ്രൊമോട്ടിംഗ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഡിജിറ്റൽ ലിറ്ററസി, preservation of cultural and its promotion, inciting a downtrend in governance structures. downtrend എന്ന് പറയുന്നത് ഗവർണൻസ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വീണ്ടും പുറകിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ദാറ്റ്സ് അഗെയിൻ നോട്ട് എ ഫോർവേഡ് ട്രെൻഡ്. ലിമിറ്റഡ് ആക്സസ് ആകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു തേർഡ് വേൾഡ് കൺട്രി പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സിഗ്നൽ അല്ല. സോ യു ക്യാൻ സ്ട്രൈക്ക് ഔട്ട് ദാറ്റ് ഓപ്ഷൻ ടു. റിഡക്ഷൻ ഇൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. റിഡക്ഷൻ ഇസ് അഗെയിൻ എ നെഗറ്റീവ് ടേം, കുറയുക എന്നർത്ഥം വരുന്ന വേർഡാണ്. ഇവിടെ ഇൻസൈറ്റിംഗ് പ്രൊമോട്ടിംഗ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഡിജിറ്റൽ ലിറ്ററസി, പ്രിസർവേഷൻ ഓഫ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ യു ഹാവ് ദി ആൻസർ ഓപ്ഷൻ ബി ഫോർ ദി ക്വസ്റ്റ്യൻ നമ്പർ 92.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു കോമ്പിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഫോർ ഹാവിംഗ് ദിസ് കോമ്പിനേഷൻസ്. What are some of the ways in which the third world countries can address environmental risk and climate change? ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ദ പാസേജ് ഇസ് ഓൾ അബൌട്ട് തേർഡ് വേൾഡ് കൺട്രീസ്. പക്ഷേ പാസേജിൽ എൻവയോൺമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്, ജെൻഡറിനെ പറ്റി പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി പറയുന്നുണ്ട്, പോവർട്ടിയെ പറ്റി പറയുന്നുണ്ട്, പോപ്പുലേഷനെ പറ്റി പറയുന്നുണ്ട്. സോ each section is very vastly described or discussed in the passage. ഓരോന്നും ഓരോ പാരഗ്രാഫിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ്. ആൻഡ് ഇഫ് യു ഒബ്സർവ് ദ ക്വസ്റ്റ്യൻസ്, ഓരോ ചോദ്യങ്ങളും സ്പെസിഫിക്കലി അതിലെ ഓരോ ടോപ്പിക്കുകളെ പറ്റിയാണ്. The ways in which the third world countries can address environmental risk and climate change. environmental റിസ്കുകളെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ചോദിച്ചിരിക്കുന്നത്. By investing in sustainable agriculture and renewable energy, by exploiting natural resources. exploitation, this is a very common sense. നമ്മൾ പാസേജ് വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെ ആൻസർ ചെയ്യും. നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എൻവയോൺമെൻറ്റ് റിസ്കിനെ അഡ്രസ്സ് ചെയ്യാൻ പോകില്ല. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്ട്രൈക്ക് ഔട്ട് ദാറ്റ് ഓപ്ഷൻ. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ഇൻ്റർനാഷണൽ എയ്ഡ് ആൻഡ് ഫണ്ടിങ്. സോ നൗ ഇൻ്റർനാഷണൽ എയ്ഡും ഫണ്ടിങ്ങും നമ്മൾ പാസേജിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻ്റർനാഷണൽ എയ്ഡും ഫണ്ടിങ്ങും നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിന് ഒക്കെ കാര്യത്തിലാണ്. എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ മെൻഷൻ ഹൗ എ ഫോറിൻ സോഴ്സ് ഷുഡ് ബി ഹെൽപ്പിംഗ് യു. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ എയ്ഡുകളെയും ഫണ്ടുകളെയും നമ്മൾ ഒരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. Now, this is a misleading statement. International aid and funding is related not to the environmental risk or reducing environmental risk. So, which gives us an answer 1 മാത്രമേ ഇതിന് ശരിയുത്തരമായിട്ട് വരുന്നുള്ളൂ. From the options we have option A, which gives you only 1 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ എയിൽ നമുക്ക് കാണാം. So, that's the right answer. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ദാറ്റ് സീക്സ് ടു അഡ്രസ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ചലഞ്ചസ് while ensuring that no one is left behind. It recognizes that economic growth should be equitable and progress should be shared by all segments of society. At its core, inclusive and sustainable development aims to foster social cohesion, reduce inequalities, protect the environment, and promote long-term prosperity. In light of this, what is the importance of inclusive and sustainable development for the third world countries? In light of this, what is the importance of inclusive and sustainable development? Inclusive and sustainable development പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. Now we have 5 options. അതിൽ കോമ്പിനേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. You need to find the right combination for the question. It promotes corruption and political instability. ഇതൊരിക്കലും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമുക്കറിയാം, ഒരു കറപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് ഇമ്പോർട്ടൻസിൻ്റെ പറ്റി പറയുമ്പോൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ കറപ്ഷനെ പറ്റി, അഴിമതിയെ പറ്റി പറയില്ല. ഇറ്റ് ഇംപ്രൂവ്സ് ഗവർണൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ട്രാൻസ്പെറൻസി. ദിസ് ഈസ് വൺ ഓഫ് ദി ആൻസേഴ്സ്. പാസേജിൽ നിങ്ങൾ കാണുന്നതാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ദി ഗവർണൻസ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ആൻസറാണ്. ഇറ്റ് ഹിൻഡേഴ്സ് എക്കണോമിക് ഗ്രോത്ത്. ഹിൻഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹിൻഡർ ചെയ്യുക, ഹിൻഡ്രൻസ് ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒബ്സ്റ്റക്കിളാണ്, ഒരു തടസ്സമാണ്. എക്കണോമിക് ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ്സ് അഗെയിൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ യു ക്യാൻ സ്ട്രൈക്ക് ഔട്ട് ദാറ്റ്. ഇറ്റ് എക്സാബറേറ്റ്സ് ഇൻകം ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി. Again, that's a negative statement. Income inequality, ഇനീക്വാലിറ്റിയും പ്രോവർട്ടിയും വീണ്ടും വളർത്തും എന്നാണ് പറയുന്നത്. ഇറ്റ് ഫോസ്റ്റേഴ്സ് ഇക്വിറ്റബിൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇറ്റ് ഫോസ്റ്റർ ചെയ്യുക എന്ന് വെച്ചാൽ നേർച്ചർ ചെയ്യുക, വളർത്തുക, അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. സോ ഇറ്റ് ഫോസ്റ്റേഴ്സ് ഇക്വിറ്റബിൾ ഗ്രോത്ത്. ഇക്വിറ്റബിൾ ഗ്രോത്തിനെയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. So we have 2 and 5 as the answer. ആ ഒരു ഓപ്ഷൻ വരുന്നത്, ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓൺലി 2 and 5 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കും. So the answer is B. 2 and 5 were the answers. Next question, which of the following is not a challenge faced by third world countries? Third world countries ഫേസ് ചെയ്യുന്ന ചലഞ്ച് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. Now, income inequality and poverty. Income inequality എന്ന് പറയുന്നത് is definitely a challenge that we already discussed. നമ്മൾ പറഞ്ഞ ഒരു ചലഞ്ച് തന്നെയാണ്.
Now, lack of access to basic services. അതും പറയുന്നുണ്ട് പോവർട്ടി ഒക്കെ കാരണം പലപ്പോഴും തേർഡ് വേൾഡ് കൺട്രീസിലെ ആളുകൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസസിന് പോലും ആക്സസ് ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ചലഞ്ച്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ചലഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചലഞ്ച് അല്ലാത്തതാണ്. ഇതെല്ലാം ചലഞ്ചസ് ആണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഇൻഅഡിക്വേറ്റ് ഗവർണൻസ്, ദാറ്റ്സ് അഗെയിൻ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഒരു ചലഞ്ചാണ്. Climate change and environmental degradation. Environmental degradation is definitely a challenge that the third world countries are currently facing. Now, strong economic growth and technological advancements. Strong economic growth can be achieved by the aid of financial aids of foreign countries അല്ലെങ്കിൽ other developed countries എന്ന് നമ്മൾ കണ്ടിരുന്നു. അത് അച്ചീവ് ചെയ്യാം. പക്ഷേ അതൊരിക്കലും തേർഡ് വേൾഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച് അല്ല. സ്ട്രോങ് എക്കണോമിക് ഗ്രോത്ത് നിലവിലില്ല, അത് അച്ചീവ് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ ചലഞ്ച് ദാറ്റ് തേർഡ് വേൾഡ് കൺട്രീസ് ആർ ഫേസിങ്. സോ ദി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ ചലഞ്ച്. നോട്ട് എ ചലഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് തന്നെയാണ്. Let's go for the last question from the reading comprehension. ഞാൻ പറഞ്ഞു ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് തന്നെ 8 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 89 to 96 ഈസ് ഫ്രം ദി റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാസേജ് വായിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. ഒരൊറ്റ പാസേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. ആൻഡ് മൈൻഡ് യു, ഈ 8 ചോദ്യങ്ങളും പാസേജ് വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരാൾക്കൊരു കോമൺ സെൻസിൽ ചിന്തിച്ചെഴുതാൻ പറ്റുന്ന അത്രയും ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലെങ്ത്ത് മാത്രമേ കൂടുന്നുള്ളൂ, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ RBI കൂട്ടിയിട്ടില്ല, വിച്ച് ഇസ് വെരി സിമ്പിൾ ഫോർ യു. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി പാസേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടേം തേർഡ് വേൾഡ് കൺട്രീസ്? Now, in the very beginning of the passage തുടങ്ങുന്ന ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എന്താണ് ഒരു തേർഡ് വേൾഡ് കൺട്രി എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് ദ പാസേജ്. ആ പാസേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണ് വാട്ട് ഈസ് എ തേർഡ് വേൾഡ് കൺട്രി, അല്ലെങ്കിൽ a third world country can be defined as എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾ കാണുന്നുണ്ട്. And which of the following will be a proper definition for the third world countries? Developed nations that faced economic challenges during Cold War era. അവ ഒരിക്കലും ഡെവലപ്ഡ് നേഷൻസ് അല്ല, ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കോൾഡ് വാർ എറ. നേഷൻസ് ദാറ്റ് എമേർജ്ഡ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് കൊളോണിയൽ റൂൾ, അത് പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ ഉണ്ടായ രാജ്യങ്ങൾ, അതല്ല ഒരു തേർഡ് വേൾഡ് കൺട്രീനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. ദർ ആർ അതർ കൺട്രീസ് വിച്ച് വർ ഫോംഡ് ആഫ്റ്റർ ദി കൊളോണിയൽ പീരീഡ്. അതിനകത്ത് തേർഡ് വേൾഡ് കൺട്രിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദി കൊളോണിയൽ പീരീഡ്. Developing countries that struggled with economic, social and political issues. Now, third world countries in ഒരു definition തന്നെ ഈ developing countries എന്നുള്ളതാണ്. ING, ഈ ഡെവലപ്പിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി അല്ല, അണ്ടർ ഡെവലപ്ഡും അല്ല. ദേ ആർ ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് കറൻ്റ്ലി ഫേസസ് എ ഫ്യൂ ഹിൻഡ്രൻസസ്, എ ഫ്യൂ സ്ട്രഗിൾസ് in relation to the economic, social and political issues. So that is the proper definition. Countries that were aligned with the Soviet Union during Cold War. Cold Warനും സോവിയറ്റ് യൂണിയനുമായിട്ട് തേർഡ് വേൾഡ് കൺട്രീസിന് യാതൊരു ബന്ധവും ഇല്ല. It's not part of the definition. Nations that experienced rapid economic growth in post-colonial period. അങ്ങനെ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് നടത്താത്ത, അല്ലെങ്കിൽ അങ്ങനെ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളെയാണ് നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഏതാണ്ട് പകുതി ചോദ്യങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് കം അക്രോസ് ഓൺലി എ വെരി ഫ്യൂ. ഒരു 15 ചോദ്യങ്ങളും കൂടെ ബാക്കി ഉണ്ട്. വിൽ ബി കംപ്ലീറ്റിംഗ് ദാറ്റ് ഇൻ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ. സോ ടേക്ക് കെയർ. നിങ്ങൾക്ക് ലെറ്റ് us know how do you felt about the exam. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കൃത്യമായിരുന്നു, നിങ്ങളുടെ ഗസ്സസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട്സ്, ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻസിൽ അറിയിക്കുക. സോ ടേക്ക് കെയർ. സീ ഓൾ അഗെയിൻ ആൻഡ് വിൽ catch back with the second part of the question paper. So take care.